ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിൽ ഇറാന് മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ നിരുപാധികം കീഴടങ്ങണം. ആയത്തുള്ള അലി ഖമനേയി ഒളിച്ചിരിക്കുന്ന സ്ഥലം അറിയാം, ഇപ്പോൾ വധിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ട്രംപ്. വിവരങ്ങളുമായി അഞ്ചാം ദിനവും ഇറാനിലേക്കുള്ള ഇസ്രയേൽ ആക്രമണം തുടരുകയാണ്. പ്രതിരോധവുമായി ഇറാൻ മുന്നിൽ നിൽക്കുമ്പോഴും പ്രത്യാക്രമണവുമായി അല്ലെങ്കിൽ ആക്രമണവുമായി ഇസ്രയേൽ തുടരുന്നുണ്ട്. ഇപ്പോൾ G7-ൽ നിന്ന് ട്രംപ് പിന്മാറിയിരിക്കുന്നു. വലിയ ഭീഷണി തന്നെയാണ് ട്രംപ് ഉയർത്തുന്നത്. ഖമനേയി എവിടെയെന്നത് കൃത്യമായി അറിയാം, പക്ഷേ അദ്ദേഹത്തെ വധിക്കാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല എന്ന കാര്യമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഇറാൻ നിരുപാധികം കീഴടങ്ങണം എന്നാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്. അനുപമ ശ്രീദേവി ചേരുന്നുണ്ട്. അനുപമ, എന്താണ് നിലവിലെ സ്ഥിതി? യുദ്ധാന്തരീക്ഷം ഇപ്പോഴും മുന്നോട്ട് പോവുകയാണ്. ട്രംപിന്റെ പിന്മാറ്റത്തിന് പിന്നിലെ കാരണം എന്തായിരിക്കാം? G7-ൽ ഉയർന്നു വന്ന തീരുമാനങ്ങൾ എന്തൊക്കെയാണ്? വിശദാംശം. ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിൽ ഇറാന് മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്തിയിരിക്കുകയാണ്. ആയത്തുള്ള അലി ഖമനേയി എവിടെയാണെന്ന് കൃത്യമായി അറിയാം, പക്ഷേ ഇപ്പോൾ വധിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. അനുപമ ശ്രീദേവി ചേരുന്നുണ്ട്. അനുപമ, G7-ൽ നിന്ന് ട്രംപിന്റെ പിന്മാറ്റം, പിന്നാലെ ഭീഷണി സ്വരവുമായി രംഗത്തെത്തിയിരിക്കുന്നു. എന്താണ് ട്രംപ് ഉദ്ദേശിക്കുന്നത്? ഇസ്രയേലിന് പൂർണ്ണാർത്ഥത്തിൽ പിന്തുണ നൽകുക എന്നൊരു കാര്യത്തിലേക്ക് ട്രംപ് കടക്കുകയാണോ? G7-ൽ നിന്നുള്ള പിന്മാറ്റം എന്തിന്റെ സൂചനയാണ്? G7-ൽ എന്തൊക്കെ തീരുമാനങ്ങളാണ് ഉരുത്തിരിഞ്ഞു വന്നത്? തീർച്ചയായും അങ്ങനെ പറഞ്ഞതുപോലെ തന്നെ വ്യക്തമായിട്ടുള്ള ഒരു കക്ഷിചേരലാണ് ഇപ്പോൾ ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിൽ ട്രംപിന്റെ ഏറ്റവും പുതിയ പ്രസ്താവനകൾ കാണിക്കുന്നത്. അൺകണ്ടീഷണൽ സറണ്ടർ, അതായത് നിരുപാധികമായിട്ടുള്ള ഒരു കീഴടങ്ങലിന് ഇനി ഇറാൻ സന്നദ്ധമായേ പറ്റൂ എന്നുള്ള ഒരു രീതിയിലാണ് ഒരു പ്രതികരണം അവസാനമായി ഉണ്ടായിരിക്കുന്നത്. ഒരു 3 ട്രൂത്ത് സോഷ്യൽ പോസ്റ്റുകൾ, ട്രംപിന്റേതായിട്ട് വന്ന 3 ട്രൂത്ത് സോഷ്യൽ പോസ്റ്റുകളിലൂടെയാണ് ഇങ്ങനെ ഒരു വ്യക്തമായിട്ടുള്ള കക്ഷിചേരൽ അല്ലെങ്കിൽ നിലപാട് ട്രംപ് വ്യക്തമാക്കുന്നത്. ഇതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് തന്നെ ഇറാന്റെ വ്യോമ ആകാശത്തിനുമേൽ പൂർണ്ണമായിട്ടുള്ള ഒരു വ്യോമ ആധിപത്യം നമ്മൾ നേടിക്കഴിഞ്ഞു എന്നുള്ള രീതിയിലും, ഇറാന്റെ പക്കൽ എത്രയൊക്കെ ശക്തമായിട്ടുള്ള വ്യോമ പ്രതിരോധം ഉണ്ടെന്നാലും അത് ഒരിക്കലും അമേരിക്കയുടെ ആക്രമണ ശക്തിയോട് കിടപിടിക്കാവുന്നതല്ല എന്നുള്ള രീതിയിലായിരുന്നു ആദ്യത്തെ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിംഗിൽ. രണ്ടാമത്തേതായി വന്നത് വളരെ കൃത്യമായിട്ടുള്ള ഒരു ഭീഷണി മുന്നറിയിപ്പ് എന്ന് പറയാൻ പറ്റുന്നതായിരുന്നു. അതായത് ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമനേയിയുടെ കൃത്യമായിട്ട് അദ്ദേഹം എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് അമേരിക്കയ്ക്ക് അറിയാം. ആ ഒരു ഒളിസ്ഥലം അറിയാം. ഇപ്പോൾ തൽക്കാലത്തേക്ക് വധിക്കുന്നില്ല എന്നുള്ളൊരു മാത്രമാണ് ഇപ്പോഴത്തെ തീരുമാനം എന്ന നിലയിൽ ഒരു ശക്തമായിട്ടുള്ളൊരു ഭീഷണി അല്ലെങ്കിൽ മുന്നറിയിപ്പാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതിനുശേഷമാണ് ഇറാൻ ഈ ഒരു മുന്നറിയിപ്പ് സന്ദേശത്തിന് പിന്നാലെയാണ് ഇറാന്റെ ഒരു നിരുപാധികമായിട്ടുള്ള കീഴടങ്ങൾ ഉണ്ടാകണമെന്നുള്ള രീതിയിൽ വീണ്ടും ഒരു ട്രൂത്ത് സോഷ്യൽ പോസ്റ്റ് ഉണ്ടായത്. ഇതൊക്കെ മിനിറ്റുകൾ മാത്രം ഇടവേളയിലൂടെയാണ് ഇങ്ങനെ ഒരു ട്രൂത്ത് സോഷ്യൽ പോസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ നിർണായകമായിട്ടുള്ള ഒരു ദേശീയ സുരക്ഷാ യോഗം, അമേരിക്കയുടെ ദേശീയ സുരക്ഷാ യോഗം വിളിച്ചു ചേർത്തിരിക്കുകയാണ്. അത് ഇതിൽ എന്തുകൊണ്ട് നിർണായകമാകുന്നു വെച്ചാൽ ഈ പ്രസിഡന്റ് നേരിട്ട് തന്നെ ഒരു ദേശീയ സുരക്ഷാ യോഗം വിളിച്ചു ചേർക്കുക എന്നുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിർണായക തീരുമാനങ്ങളിലേക്ക് പോകാനുള്ള ഒരു സാധ്യത കാണുന്നതാണ് ഈ ഒരു ദേശീയ സുരക്ഷാ യോഗം എന്ന് പറയുന്നത്. ഈ ഒരു യോഗത്തിനായിട്ടാണ് G7-ലെ ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിൽ ഇറാന് മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്തിയിരിക്കുകയാണ്. ഇറാൻ നിരുപാധികം കീഴടങ്ങണമെന്ന കാര്യമാണ് ട്രംപ് ഉന്നയിക്കുന്നത്. ആയത്തുള്ള അലി ഖമനേയി എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് അറിയാം, പക്ഷേ ഇപ്പോൾ വധിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊരു ഭീഷണി കൂടി ട്രംപ് ഉയർത്തുന്നു. നിരുപാധികം ഇസ്രയേലിന് പിന്തുണ നൽകുന്ന ഒരു സ്വരത്തിലേക്കാണ് ട്രംപിന്റെ പ്രസ്താവനകൾ പോകുന്നത്. അനുപമ ശ്രീദേവിയാണ് വിവരങ്ങൾ നൽകിയത്.